ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആളുകളൊക്കെ പറയുന്നത്, വിശേഷിച്ച പ്രായമായത് ഒക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര മറവിയാണ്, ഈ മറവി കാരണം ഒരു രക്ഷയില്ല. ഞാൻ ചോദിക്കട്ടെ, മറവി നല്ലതാണോ ചീത്തയാണോ? മനുഷ്യനെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം നല്ലതാണെന്ന്. അപ്പോൾ നിങ്ങൾ പറയും, പക്ഷെ അത് വലിയ നഷ്ടങ്ങൾ വരികയല്ലേ നമുക്ക് എന്നുള്ളത്. പക്ഷെ അതിന് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വശമുണ്ട്. പക്ഷെ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ മറവി ഉള്ളതാണ് കൂടുതൽ നല്ലത്, നമ്മളുടെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ. അപ്പോൾ മനുഷ്യജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ആളുകളുമായിട്ടുള്ള ചേർച്ചയില്ലായ്മയും പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ സ്വാഭാവികമാണ്, ചില സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഇതൊന്നും ഒരിക്കലും മറക്കാതെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സാഹചര്യമാണല്ലോ. നമുക്ക് സമാധാനം കിട്ടുമോ? അവരോട് നല്ലൊരു ബന്ധത്തിൽ പോകാൻ പറ്റുമോ? ഇല്ല. പിന്നെ മരണം എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അല്ലേ? അപ്പോൾ ഈ മറവി എന്നുള്ളത് നമ്മളിൽ ഇല്ലെങ്കിൽ എപ്പോഴും സദാസമയത്ത് അത് നമ്മുടെ ഓർമ്മയിലേക്ക് വരുവാണെങ്കിൽ, മരിച്ചൊരു പ്രിയപ്പെട്ടവർ, നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മരിക്കുമല്ലോ. അപ്പോൾ അവരോടുള്ള അറ്റാച്ച്മെൻറ്റ് നമുക്ക് വളരെയധികം ഉണ്ട്, നമുക്ക് സങ്കടം വരും. പക്ഷേ അത് അല്പം പോലും നമുക്ക് മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ശേഷിച്ച ജീവിതം വളരെ ദുരിതപൂർണ്ണമായിരിക്കല്ലേ? ചിന്തിച്ചു കഴിഞ്ഞു. അതാണ് കാര്യം. അപ്പോൾ ആ മറവി, ആ ഒരു ലൈനിലൂടെ നോക്കുമ്പോൾ മറവി നല്ലതല്ലേ? അല്ലേ? പിന്നെ സാമ്പത്തിക ഇടപാടുകളിൽ ഒരുപക്ഷെ നമ്മൾ പൈസ ആർക്കൽ വായ്പ കൊടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയൊക്കെ ചെയ്തിട്ട് അത് മറന്നുപോയെന്ന് സാധാരണയായിട്ട് ആളുകൾ പറയാറില്ല. അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരുപക്ഷെ മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള ഉദ്ദേശമുള്ള ഒരു വ്യക്തികൾ മാത്രമേ ചിലപ്പോൾ പറയാറുള്ളൂ, മനഃപൂർവ്വം മറക്കാറുള്ളൂ. മനഃപൂർവ്വം മറക്കുന്നതും അത് കൊടുക്കാൻ കഴിയില്ല എനിക്ക്, അല്ലാതെ മറവി വരികയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. പിന്നെ എപ്പോഴാണ് മറവി വരുന്നത്? പിന്നെ എപ്പോഴാണുള്ളത്? പഠന കാര്യങ്ങളിൽ അല്ലേ? അതിന് വേറെ മെത്തേഡുണ്ട്, ഓർത്തിരിക്കാനൊക്കെ വേണമുള്ളത്. അപ്പോൾ ആവത്തിൽ പഠിച്ചാൽ മതി. പക്ഷെ എങ്ങനെ നോക്കിയാലും മറവി എന്നുള്ളതിന് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം ഞാൻ പറഞ്ഞ ചില ന്യായങ്ങൾ നിങ്ങൾ കേട്ടല്ലോ, എന്തുകൊണ്ടാണ് മറവി നല്ലതായിരിക്കുന്നത് സംബന്ധിച്ച് അല്ലേ? നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ അത് സഹായപ്രദമല്ലേ? അവർ ചെയ്തിട്ടുള്ള ദ്രോഹപരമായ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുകയാണല്ലോ, ബുദ്ധിമുട്ടാണ് അല്ലേ? അതാണ്. ഇപ്പോൾ നമ്മൾ കുടുംബത്തായിട്ട് ജീവിക്കും, ഒരു പക്ഷേ ഭാര്യയിൽ നിന്നുള്ള ഭർത്താവിൽ നിന്നൊക്കെയുള്ള എല്ലായ്പ്പോഴും നമുക്ക് അത്ര തൃപ്തികരമായിട്ടുള്ള രീതിയിലായിരിക്കില്ല അവരുടെ ബിഹേവിയർ. ചിലപ്പോഴൊക്കെ നമുക്ക് അസ്വസ്ഥത ഉളവാക്കുന്നതായിരിക്കും. അത് മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ്. പക്ഷെ അതെല്ലാം അല്പം പോലും നമ്മൾ മറവില്ലാതെ നമ്മുടെ മനോമുഖത്തിൽ എല്ലായ്പ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റുമോ? ആളുമായിട്ട് നല്ല ബന്ധങ്ങളിൽ പോകാൻ കൊണ്ട് കഴിയുമോ? സ്വാഭാവികമാണ്. കുറെ കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകുന്നു എന്നുള്ളത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് മറവി ഒരിക്കലും ഒരു മോശവശമല്ല, നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില ടിപ്സുകൾ പ്രദാനം ചെയ്തെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ബെൽ ബട്ടൺ അമർത്തി നിങ്ങൾ അടുത്ത വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.